ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനിവിടെ 1 കപ്പ് നമ്മളുടെ ചോറിനൊക്കെ എടുക്കുന്ന അരി ഉണ്ടല്ലോ, പൊന്നി പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. അത് 5-6 മണിക്കൂർ കുതിർത്ത് വെച്ച് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 പിടി തേങ്ങയും പിന്നെ ഒരിത്തിരി പെരുംജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഉള്ളി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് വളരെ കുറച്ച് വെള്ളം, ഒരിത്തിരി വെള്ളം ഒഴിച്ച് ഇതിനെ നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ദോശയ്ക്ക് അടിച്ചെടുക്കുന്ന പോലെ നന്നായി പേസ്റ്റ് പോലെ അടിഞ്ഞു വരണ്ട, അതൊന്ന് തരിതരിപ്പ് പോലെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിലായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിതിനെ ഒന്ന് മുറുക്കിയെടുക്കണം. ഒന്നുകിൽ അരിപ്പൊടി ഉപയോഗിച്ച് മുറുക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കട്ടിയുള്ള തുണിയിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം അതിനെ ഒന്ന് ഉണക്കാനായിട്ട് മാറ്റി വെക്കാം. അത് അവിടെ നിന്ന് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 നുള്ളു ഗരം മസാലയും കുറച്ച് ഉപ്പും പിന്നെ വളരെ കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് അതിനൊരു പേസ്റ്റ് പോലെ രൂപത്തിലാക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 2 മുട്ട നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്ന് 2ആയിട്ട് മുറിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മാറിനേറ്റ് ആക്കി വെച്ചതിന് ശേഷം നമ്മളിതിനെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ 2 സൈഡും മുരിഞ്ഞു വന്നോളും. 2 സൈഡും കുക്കായി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ കോരി മാറ്റാം. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മളുടെ അരി നന്നായിട്ട് മുറുകി ഉണങ്ങി വന്നിട്ടുണ്ടാവും. ഇതിൽ നിന്ന് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്കിതിനെ പത്തൽ പോലെ ഒന്ന് പരത്തിയെടുക്കാം. നെയ്പ്പത്തിൽ അപ്പോൾ മിക്ക പേർക്കും ഇത് അറിയാമായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് വട്ടത്തിലേക്ക് പരത്തിയെടുത്തതിന് ശേഷം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നന്നായി പൊങ്ങി വന്നോളും. ഇതിനെ 2 സൈഡും ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതിനെയും കോരി മാറ്റാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ചെറുതായി അരിഞ്ഞിട്ട ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളടുത്ത് കക്കിരി ഉണ്ടെങ്കിൽ അതും അത്ര തന്നെ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തക്കാളിയും ഇതേ അളവിൽ തന്നെ ചെറുതായി അരിഞ്ഞിട്ടതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു പുളി രസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗർ ആഡ് ചെയ്യുന്നുണ്ട്. ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇതിനൊരു സാലഡ് പോലെ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനേക്ക് വേണ്ടി നമ്മളുടെ നെയ്പ്പത്തിൽ എടുക്കുക, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു പോക്കറ്റ് ഷേപ്പിലേക്കാക്കിയിട്ട് നമുക്കിതിനെ മാറ്റി കിട്ടും. നന്നായിട്ട് പൊങ്ങി വന്നത് കാരണം തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിതിനെ ഇതുപോലെ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി മയണൈസ് ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് മയണൈസ് നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ ഒരു ടേബിൾ സ്പൂണും നമ്മളുടെ സാലഡ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ പൊരിച്ച് വെച്ച മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ കുറച്ചുകൂടി സാലഡ് ഇട്ട് കൊടുക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി മയണൈസ് ഇട്ട് കൊടുക്കാം. സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തട്ടുകടയിലൊക്കെ ഈ ഒരു പലഹാരം കാണാറുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ നോർമലി നെയ്പ്പത്തിൽ നല്ല നോൺ വെജ് കറികളോടെ കൂടെ തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. എന്നാൽ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളെ മുട്ട സിർക്ക ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലും സെയിം മെത്തേഡ് പരീക്ഷിച്ച് നോക്കാവുന്ന ഉള്ളൂ. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.